നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താമസ വിസയുള്ള പ്രവാസികൾക്ക് ജൂൺ മാസം 1-ാം തീയതി മുതൽ നമ്മുടെ രാജ്യത്തേക്ക് മടങ്ങാമെന്നാണ് UAE അറിയിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച രാത്രിയാണ് വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറപ്പെടുവിച്ചത്. മലയാളികൾ അടക്കമുള്ള ആയിരക്കണക്കിന് പ്രവാസികൾക്ക് വലിയ ആശ്വാസം പകർന്നു തന്നെയാണ് ഈ തീരുമാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വിവിധ രാജ്യങ്ങളിലെ പ്രവാസികൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ തവാജുദി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇനി മുതൽ മടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന്റെ വെബ്സൈറ്റ് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. വെബ്സൈറ്റ് വഴിയുള്ള അപേക്ഷ അധികൃതർ സ്വീകരിച്ച യാത്രാ അനുമതി ലഭിച്ച ശേഷം മാത്രമേ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ആവുകയുള്ളൂ. അപേക്ഷ നൽകാനായി കളർ ഫോട്ടോ, വിസയുടെ പകർപ്പ്, പാസ്പോർട്ടിന്റെ പകർപ്പ്, രാജ്യത്ത് നിന്ന് പുറത്തു പോയതിന് തെളിവുകൾക്ക് ആവശ്യമായ രേഖ എന്നിവയാണ് ആവശ്യമായി ഉള്ളത്. ജോലി സ്ഥലത്ത് നിന്നോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നോ ലഭിക്കുന്ന കത്തോ, ടൂറിസം ആവശ്യങ്ങൾക്കായി പോയവർക്ക് വിമാന ടിക്കറ്റിന്റെ പകർപ്പോ രാജ്യത്ത് നിന്ന് പുറത്തു പോയി എന്നതിനുള്ള രേഖയായി നൽകാവുന്നതാണ്. beta.smartservice.ica.gov.ae എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാവുന്നതാണ്. വെബ്സൈറ്റ് തുറന്ന ശേഷം സ്മാർട്ട് സർവീസുകളിൽ നിന്ന് അതർ സർവീസസ് എടുത്ത ശേഷം റെസിഡന്റ് ഔട്ട്സൈഡ് UAE എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻട്രി പെർമിഷൻ ഇഷ്യൂ എന്നത് തിരഞ്ഞെടുക്കണം. തുടർന്ന് സ്റ്റാർട്ട് സർവീസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫോറം കൃത്യമായി പൂരിപ്പിക്കണം. രേഖകളും മറ്റും അറ്റാച്ച് ചെയ്ത ശേഷം അപേക്ഷ ഒരിക്കൽ കൂടി കൃത്യമായി പരിശോധിച്ച ശേഷം സമർപ്പിക്കാവുന്നതാണ്. കുടുംബത്തിലെ അംഗങ്ങൾ UAE ഉള്ളവർക്കാണ് മടങ്ങിവരവിൽ ആദ്യം പരിഗണന ലഭിക്കുക എന്ന കാര്യം ആരും മറക്കരുത്. ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങിയ ആരോഗ്യ മേഖലയിലെ ജീവനക്കാർക്ക് 2-ാം ഘട്ടത്തിൽ പരിഗണന ലഭിക്കുകയും ചെയ്യും. പ്രത്യേക വിമാനത്തിലായിരിക്കും പ്രവാസികൾക്ക് മടങ്ങുവാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനയിൽ നിന്ന് വ്യക്തമാവുക. മടങ്ങിയെത്തുന്നവർ UAE ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന അത്രയും ദിവസം തന്നെ ക്വാറന്റൈനിൽ കഴിയേണ്ടി വരുമെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയുമാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.